ചേഞ്ച് ഇസ് അൺകംഫർട്ടബിൾ. കമ്മിങ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ ഇസ് അൺകംഫർട്ടബിൾ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഇത്ര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, പുതിയ കോളേജിൽ ചേരുന്നതാകാം, പുതിയൊരു ജോലിയിൽ ജോയിൻ ചെയ്യുന്നതാകാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, ഇഷ്ടമില്ലാത്ത ഒരു ജോലി ഉപേക്ഷിക്കുന്നതാകാം, പുതിയൊരു കാർ വാങ്ങുന്നതാവാം, വീട് വാങ്ങുന്നതാവാം, ഓർ പുതിയൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നതാകാം. ഇങ്ങനെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഒരു അൺഈസിനെസ് ഓർ അൺകംഫർട്ട്നെസ് എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ ആ കംഫർട്ട്നെസ് ഫേസ് ചെയ്യാൻ പറ്റാതെ കംഫർട്ട് സോണിൽ തന്നെ സെറ്റിൽ ആകുന്നത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച് അഥവാ ECOC. ദ 12 വീക്ക് ഇയർ എന്ന ബുക്ക് വായിക്കുന്നതിനിടയിലാണ് ഇതിനെ കുറിച്ചിട്ട് ഞാൻ അറിയാനിടയായത്. ഞങ്ങൾ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പോർഷൻ ഞാൻ വായിച്ചത്. സോ ഒരു മെന്റൽ ക്ലാരിറ്റി കൊണ്ടുവരാനും ഒരു മോട്ടിവേഷൻ തരാനും എല്ലാം ഈ ഒരു അറിവ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണവും. നിങ്ങളും ചിലപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് തീരുമാനമെടുത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് കുറെ ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ടാവും. ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ബാക്ക് ടു നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് വരാം. എന്താണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ലെറ്റ്സ് സീ ദാറ്റ്. ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ഓർ ഫോഴ്സ്ഫുള്ളി ചേഞ്ച് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴും എല്ലാം നമ്മൾ എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഇമോഷണൽ പ്രോസസ് ആണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആ ഒരു അൺകംഫർട്ട്നെസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്ലാനിൽ നിന്നും നമ്മൾ തെന്നി മാറി പോവുകയും ഇല്ല. നമ്മൾ എപ്പോഴൊക്കെയാണോ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് അപ്പോഴൊക്കെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത സൈക്കോളജിസ്റ്റ് ഡോൺ കെല്ലി ആൻഡ് ഡാരൽ കോർണർ പറയുന്നത്. ആ ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസിനാണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതില് 5 സ്റ്റേജസ് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന 5 സ്റ്റേജസും നിങ്ങൾ ഏത് തരം ചേഞ്ച് ലൈഫിൽ കൊണ്ടുവരാൻ നോക്കിയാലും, ലൈക്ക് പുതിയ റിലേഷൻഷിപ്പ്, പുതിയ പർച്ചേസ്, പുതിയ ജോലി, പുതിയ സ്ഥലം, അങ്ങനെ എന്ത് തന്നെ ആയാലും എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ ഇതിലെ ഹൈസ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ലോസ് വളരെ കുറവുമായിരിക്കും. ചിലപ്പോൾ ഈ സ്റ്റേജസ് തമ്മിലുള്ള ഇന്റർവെലിന്റെ ഡ്യൂറേഷൻ ഷോർട്ടർ ആയിരിക്കും, ചിലപ്പോൾ ലോങ്ങറും ആയിരിക്കും. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ദ ടൈപ്പ് ഓഫ് ചേഞ്ച്, ബട്ട് യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ബുക്കിൽ ഒരു ഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന 5 സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫേസ് 1 അൺഇൻഫോംഡ് ഓപ്റ്റിമിസം, ഫേസ് 2 ഇൻഫോംഡ് പെസിമിസം, ഫേസ് 3 വാലി ഓഫ് ഡെസ്പയർ, ഫേസ് 4 ഇൻഫോംഡ് ഓപ്റ്റിമിസം, ഫേസ് 5 സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ്. അൺഇൻഫോംഡ് ഓപ്റ്റിമിസം ആണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഏതൊരു ചേഞ്ചിന്റെ തുടക്കവും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. നമ്മൾ ആ ഒരു ചേഞ്ചിന്റെ ബെനിഫിറ്റ് ഫുൾ ആയിട്ട് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അതിന്റെ ഡൗൺ സൈഡ്സ് ഒന്നും നമ്മുടെ കണ്ണിൽ അത്ര പെടില്ല. അതുകൊണ്ട് നല്ല ഫൺ ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണിത്. ആ സമയത്ത് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റേജ് ഗ്രാഫിന്റെ പോസിറ്റീവ് ഏരിയയിലാണ് ഉള്ളത്. ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മൾ പല ഐഡിയാസ് ഒക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നതും പല പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അല്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ അൺഇൻഫോംഡ് ഒപ്റ്റിമിസം എന്ന സ്റ്റേജ് അധികം സമയം നിലനിൽക്കില്ല. നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചേഞ്ചിന്റെ റിയാലിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് ഓർ ഒപ്റ്റിമിസം കുറയാൻ തുടങ്ങുന്നു. ഒപ്റ്റിമിസ്റ്റിക് പോസിറ്റീവ് ഇമോഷൻസിൽ നിന്നും പെസിമിസ്റ്റിക് നെഗറ്റീവ് ഇമോഷൻസിലോട്ട് ഷിഫ്റ്റ് ആവുന്ന സ്റ്റേജ് ആണ് ഇൻഫോംഡ് പെസിമിസം. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ചേഞ്ചിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്നും റിയൽ ആയും ഇമ്പോർട്ടന്റ് ആയും തോന്നില്ല. പകരം അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്സും എനർജിയും കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഈ ചേഞ്ച് വർത്ത് ആണോ എന്ന് ഡൗട്ട് അടിച്ച് ചോദിക്കാൻ തുടങ്ങും. എന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരം കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ഇനി സെക്കൻഡ് സ്റ്റേജിനെക്കാളും വേഴ്സ് ആയിട്ടാണ് തേർഡ് സ്റ്റേജ് ഉണ്ടാവുക. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് മിക്ക ആളുകളും ആ ഒരു ചേഞ്ച് പാതി വഴിക്ക് വെച്ചിട്ട് ഉപേക്ഷിക്കുന്നത്. ചേഞ്ചുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള പെയിന് കൂടുതൽ അറിയാനായിട്ട് തുടങ്ങുന്നു. ഓൾസോ ചേഞ്ചിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാതാവുകയും ഒരുപാട് ദൂരത്തുള്ള പോലെ തോന്നുകയും ചെയ്യും. സോ എത്രയും പെട്ടെന്ന് ആ ഒരു ഡിസ്കംഫർട്ട്നെസ് അവസാനിപ്പിച്ച് പഴയ ആ കംഫർട്ട് സോണിലോട്ട് പോകാനായിട്ട് മനസ്സിന് ഒരേ വെപ്രാളമായിരിക്കും. അപ്പൊ തോന്നും ഇതിനേക്കാളും നല്ലത് എന്റെ പഴയ ലൈഫ് തന്നെയായിരുന്നു, എനിക്കൊന്നും വയ്യ ഈ ചേഞ്ച് കൊണ്ടുവരാനെന്ന്. അങ്ങനെ ഇൻ കേസ് നിങ്ങൾ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ആ പഴയ ഫസ്റ്റ് സ്റ്റേജിലോട്ട് തന്നെ പോകും. സോ എക്സാക്ട്ലി ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ആ ഒരു മെന്റൽ ഫ്രിക്ഷൻ ഒക്കെ മറികടന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് ഒരു സ്ട്രോങ് കമ്പല്ലിംഗ് വിഷൻ വേണമെന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ, ഓർ ഫസ്റ്റ് കാർ ഓർ ഫസ്റ്റ് വീട് വാങ്ങാൻ, ഓർ ആഗ്രഹിച്ച ആളെ കല്യാണം കഴിക്കാൻ, ഇങ്ങനെ പല സിറ്റുവേഷൻസിൽ ആ ഒരു സ്ട്രോങ് വിഷൻ ഈ സ്റ്റേജ് 3 മറികടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങളുടെ വിഷൻ നേടിയെടുക്കാൻ
എടുക്കാനുള്ള അതിയായ ആഗ്രഹം പ്ലസ് കമ്മിറ്റ്മെന്റ് പ്ലസ് ടൂൾസ് പ്ലസ് സിസ്റ്റംസ് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് നിങ്ങളെ സ്റ്റേജ് 3യിൽ നിന്നും സ്റ്റേജ് 4ലോട്ട് എത്തിക്കും. ഫോർത്ത് സ്റ്റേജ് ആണ് ഇൻഫോംഡ് ഒപ്റ്റിമിസം. ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ സക്സസ് ആകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഒപ്പം ഈ ഗ്രാഫിന്റെ പോസിറ്റീവ് സൈഡിലോട്ടും നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. ഒപ്പം അതിനായി ചെലവഴിക്കുന്ന എഫേർട്സ് ഒക്കെ അത്ര വലുതായി തോന്നാതെ നിങ്ങളുടെ ചിന്തകളും റൂട്ടീൻസും ആയിട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ടാകും. ഇവിടെ ഇനി ശ്രദ്ധിക്കാനുള്ളതാണ് ഡോണ്ട് സ്റ്റോപ്പ് ഹിയർ. നിങ്ങളുടെ ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ചിന്റെ ലാസ്റ്റ് സ്റ്റേജ് തൊട്ടടുത്താണ്. സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ് ആണ് ഈ ലാസ്റ്റ് സ്റ്റേജ്. ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചേഞ്ചിന്റെ ബെനിഫിറ്റ് ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ അതിനായിട്ട് ചെലവഴിച്ച എഫേർട്സ് ഒക്കെ അപ്രത്യക്ഷമാകും. തുടക്കത്തിൽ ഡിഫിക്കൽട്ട് ആയും അൺകംഫർട്ടബിൾ ആയും തോന്നിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ റൂട്ടീൻസിൽ എത്തിയിട്ടുണ്ടാകും. അതായത് എല്ലാം അങ്ങനെ ശീലമായി കാണും. ഈ ഹോൾ സൈക്കിള് എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് അപ്പോഴൊക്കെ വല്ലാത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ നേടിയെടുത്തു എന്നുള്ള ഒരു ഫീൽ അത് നിങ്ങളെ അടുത്തടുത്ത ചേഞ്ചിൽ ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അപ്പൊ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് ഈ ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ചിനെ കുറിച്ചിട്ട് അവെയർ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാല് ചേഞ്ചിനെ പേടിച്ച് കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വരാതിരിക്കാനുള്ള ചാൻസ് കുറയും. സോ എപ്പോഴൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ചിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്ക് ആകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് സ്റ്റേജിലാണ് ഉള്ളത്. ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിപ്പെടാനായിട്ട് എത്ര ദൂരമാണ് ഇനി സഞ്ചരിക്കേണ്ടത്. എന്നിട്ട് don't stop or quit. Come out of your comfort zone to experience the magic of change.